നമസ്കാരം. ഇന്ന് മെയ് 5 ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ ട്രയൽ ഡേ 1 ആണെന്ന്. ഞങ്ങൾ ഇന്നലെ രാത്രി സെക്രട്ടേറിയറ്റിന് പുറകിലുള്ള ഒരു ഹോട്ടലിൽ വന്ന് തങ്ങി. ഇന്ന് രാവിലെ യാത്ര പുറപ്പെടാൻ പോവുകയാണ്. അപ്പോൾ ഓരോ ദിവസത്തെ യാത്രയും ഞങ്ങൾ ഈ ബോർഡിൽ രേഖപ്പെടുത്തും. ഇതിപ്പോൾ ട്രയൽ ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരുന്നത്. ഒന്നാം ദിവസം ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ട്രയൽ ഞങ്ങൾ നീക്കുന്നതായിരിക്കും. അപ്പോൾ പശ്ചിമഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തുകൊണ്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. പശ്ചിമഘട്ടത്തിലെ ആദ്യത്തെ ക്രോസിങ് ചുരം ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലരോടൊക്കെ ചോദിച്ചു നോക്കും. മാപ്പിലൊക്കെ പലതും നമുക്ക് കിട്ടുമെങ്കിലും തിരുവനന്തപുരത്തുള്ളവരും പശ്ചിമഘട്ടമായിട്ട് ബന്ധപ്പെട്ട പലരോടൊക്കെ ഞങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പലർക്കും അതിനെപ്പറ്റി കൃത്യമായിട്ട് ധാരണയൊന്നുമില്ല. അങ്ങനെ ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങളൊരു ധാരണ ഏതാണ്ട് ഉണ്ടാക്കി. നാഗർകോവിലിനടുത്തുള്ള അരൾവാമൊഴി, ആ പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കൃത്യമായിട്ട് അവിടെ ചെല്ലുമ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ തന്നെയാണോ ഉച്ചരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അരൾവാമൊഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് 96 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം. എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ആ ക്രോസിങ്ങിലൂടെ അപ്പുറത്ത് കടന്ന് എവിടെയാണ് അവസാനിക്കുന്നത്, 3 മണിക്ക് എവിടെ എത്തും, എങ്ങനെയാണ് എന്താണെന്നൊന്നും ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഞങ്ങളിപ്പോൾ കേരളത്തിൻ്റെ അതിർത്തി വിട്ടുകൊണ്ടിരിക്കുകയാണ്. കോവളം, പൂവാർ, അങ്ങനെ ആണ് കേരളത്തിനോട് വിടുന്നത്. കന്യാകുമാരിയിലേക്കുള്ള ആ റൂട്ടിലാണ്. പിന്നെ ഇവിടെ തുറകളാണ്. തുറകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, മത്സ്യബന്ധന അങ്ങനത്തിലൂടെ ഉപജീവനം നയിക്കുന്ന ആൾക്കാരുടെ വലിയൊരു കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുവശവും. അപ്പോൾ ഈ റോഡിലൂടെ ഞങ്ങളങ്ങനെ അധികം വൈകാതെ 1 കിലോമീറ്ററിനുള്ളിൽ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മളൊരു പ്ലാൻഡ് റൂട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാമായിരുന്നു ഇപ്പോൾ തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ റൂട്ടൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി തീരുമാനിക്കുന്നുള്ളൂ. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ സ്ഥലങ്ങളും മുക്കും മൂലയും പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ റൂട്ടിൽ ഞങ്ങൾക്ക് നേരത്തെ തയ്യാറാക്കി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലായിടത്തും പോവുകയാണ് നമ്മൾ അന്വേഷിച്ച്. പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ ഏത് റൂട്ടാണ് പോകുന്നത്, ഓരോ ദിവസം പോകുന്നത് എന്ന് ചോദിച്ചിരുന്നു. പക്ഷെ അത് പറയുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ സ്ഥലത്തും പോകുന്നവർക്ക് ഇങ്ങനെ റൂട്ട് ബൗണ്ട് അല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയുകയുണ്ടായി. ചിലപ്പോൾ പോയ റൂട്ടിൽ തന്നെ പിന്നെയും മറ്റൊരാവശ്യത്തിന് വേണ്ടിയോ വഴി തെറ്റിയോ തിരിച്ച് കയറി വന്നിരിക്കാം. നമ്മൾക്ക് സമയം ഒരു ലിമിറ്റല്ല, ടൈം ബൗണ്ടും അല്ല. എന്നതുകൊണ്ട് തന്നെ റൂട്ടും ഞങ്ങൾക്ക് വലിയ പ്രശ്നമല്ല. തമിഴ്നാട് അതിർത്തിയിലുള്ള ഊരമ്പ് അങ്ങാടിയിൽ വാഹനം നിർത്തി അങ്ങാടിയിലൂടെ ഒന്ന് കയറിയിറങ്ങി. മുൻപൊരിക്കൽ കന്യാകുമാരി യാത്രയ്ക്കിടയിലും ഈ അങ്ങാടി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഊരമ്പ് മാർക്കറ്റാണിത്. ഊരമ്പ് മാർക്കറ്റ് നമ്മൾ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു സാധനമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് തലമുറകളായിട്ട് നടന്നു പോകുന്ന ഒരു മാർക്കറ്റാണിത്. നമ്മളെ ബാർട്ടർ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്ന കാലത്തും രണ്ടൊക്കെ കൊടുത്ത് പാത്രങ്ങൾ, ചട്ടിയും കലവും വാങ്ങിയിരുന്ന അതുപോലെയുള്ള മാറ്റച്ചന്തകൾ ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റാണിത്. ഇപ്പോഴും ആഴ്ചയിൽ എല്ലാ ദിവസമുള്ള മാർക്കറ്റാണ്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് അവരവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ, അങ്ങനത്തെ സാധനങ്ങളായിരുന്നു കൂടുതലെങ്കിലും ഇപ്പോഴും വരുത്തൻ സാധനങ്ങളൊക്കെ വന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. മീൻ അതുപോലെയുള്ളതെല്ലാം ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ ആണ് വിൽക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കയറി നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഊരമ്പ് മാർക്കറ്റ്. കേരളത്തിൻ്റെ അതിർത്തി വിട്ടാലുടനെ ചെറിയ ചെറിയ പട്ടണങ്ങളിലെ തിരക്കുകൾ പോലും സഞ്ചാരികൾക്ക് അലോസരമുണ്ടാക്കാത്ത വിധത്തിൽ ഗംഭീര മേൽപ്പാലങ്ങൾ വാഹനങ്ങളെ മുകളിലൂടെ കടത്തിവിടുന്നു. മാർത്താണ്ഡം മേൽപ്പാലം ഇറങ്ങുന്നതോടെ ദൂരെ പശ്ചിമഘട്ടം കാണാൻ തുടങ്ങുകയായി. മെല്ലെ മെല്ലെ മലനിരകൾ റോഡിന് ഇരുവശത്തുമായി നിരക്കുന്നു.
പശ്ചിമഘട്ടത്തെ മുറിച്ചു കടക്കുന്ന ആദ്യത്തെ ചുരം അല്ലെങ്കിൽ പാസ്, അതുമല്ലെങ്കിൽ പാത അന്വേഷിച്ചപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ലഭിച്ചത്. ഏറെ പരിശ്രമിച്ചാണ് അതിനൊരു തീർപ്പുണ്ടാക്കിയത്. സ്വാമിത്തോപ്പിനടുത്തുള്ള മരുത്വാൻ മലയാണ് പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്നത്. നാഗർകോവിലിനടുത്തുള്ള അരൾവാമൊഴി എന്ന സ്ഥലത്താണ് പശ്ചിമഘട്ടം മുറിച്ചു കടക്കാൻ പറ്റുന്ന തെക്കുനിന്നുള്ള ആദ്യത്തെ പാസ്. അരൾവാമൊഴിയിലേക്ക് എത്തുന്നതോടെ സഹ്യനോട് വഴക്കിട്ടെന്ന പോലെ വേർപെട്ടു നിൽക്കുന്ന ചെറിയ മലകൾ റോഡിൻ്റെ വശങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു. സഹ്യൻ അധികം ദൂരത്തല്ലാതെ തന്നെയുണ്ട്. അധികം ഉയരവും ഈ ഭാഗത്ത് മലനിരകൾക്കില്ല. ഇരുവശവുമുള്ള സഹ്യൻ്റെ ഈ നിരകൾക്കിടയിലൂടെ കടന്നു പോകുന്ന പാതയായതുകൊണ്ടാകാം സഹ്യനെ മുറിച്ചു കടക്കുന്ന ചുരമായോ കാട്ടുപാത എന്ന നിലയ്ക്കോ ഉള്ള വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് ലഭിക്കാതെ പോയത്. നല്ല വീതിയും മിനുസവുമുള്ള പാത ഉച്ചവെയിലിൽ പൊള്ളി വെന്ത് കിടക്കുന്നു. ആ വേദന കുറയ്ക്കാൻ അല്പം കാറ്റ് വീശിക്കൊടുക്കാനെന്ന മട്ടിൽ ഇരുവശങ്ങളിലും നൂറുകണക്കിന് കാറ്റാടി യന്ത്രങ്ങൾ തിരക്കിട്ട് നിന്ന് കറങ്ങുന്നു. ചില സിനിമകളിൽ നാഗർകോവിൽ ഭാഗത്തുള്ള ഈ കാറ്റാടിപ്പാടങ്ങൾ ധാരാളമായി കണ്ടിട്ടുണ്ട്. അരൾവാമൊഴിയിൽ നിന്ന് കണ്ണെത്താ ദൂരത്തേക്ക് നീളുന്ന ഈ കാറ്റാടിപ്പാടം നാഗർകോവിലിലേക്ക് തന്നെയാകാം ചെന്നെത്തുന്നത്. തൊട്ടടുത്തെത്തുന്നതുവരെ ഈ കാറ്റാടി യന്ത്രങ്ങളുടെ ഭീമാകാരമായ രൂപം ഗ്രഹിച്ചെടുക്കാൻ എളുപ്പമല്ല. ഭൂതപ്പാണ്ടി, ചെല്ലാന്തുരുത്തി, കുലശേഖരം, വെള്ളറട വഴി 61 കിലോമീറ്റർ സഞ്ചരിച്ച് നെടുമങ്ങാടേക്ക് എത്താനാണ് യാത്രാ പദ്ധതി. അതനുസരിച്ച് അരൾവാമൊഴിയിൽ നിന്നും യാത്ര തുടർന്നു. ഞങ്ങൾ അരൾവായ്മൊഴിയിൽ നിന്ന് വെള്ളേറ റൂട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെസ്റ്റേൺ ഗാർഡിനെ ചുറ്റി പോകുന്ന മറ്റൊരു റൂട്ടാണത്. അപ്പോൾ അതിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ താഴ്വാരത്ത് മുഴുവനും ഇഷ്ടിക കളങ്ങളാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്ടിക കളത്തിൽ, വലിയൊരു കളത്തിൽ വണ്ടി നിർത്തി കയറി നോക്കി കുറച്ച് പടങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി വന്നപ്പോൾ കുറച്ച് തൊഴിലാളികൾ മാത്രം ചെറിയ ചെറിയ കൂരകളിൽ താമസിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവരുടെ അടുത്ത് പടങ്ങളൊക്കെ എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഭാഷയിലൊരു തപ്പിപ്പഴയൊക്കെ കണ്ട് ചോദിച്ചു വന്നപ്പോൾ എല്ലാ തൊഴിലാളികളും, ചെറിയ കുട്ടികളും സ്ത്രീകളും ഒക്കെ ഉണ്ട്, എല്ലാം ബംഗാളിൽ നിന്നുള്ളവരാണ്. അപ്പോൾ മുതലാളിനോട് ചോദിച്ചിട്ട് പടമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മുതലാളിയുടെ നമ്പർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിളിച്ചു. രാജൻ എന്നാണ് പേര്. അപ്പോൾ രാജനും മലയാളിയാണ്. പുള്ളി പറഞ്ഞ് പടങ്ങളൊക്കെ എടുത്തു എന്ന് പറഞ്ഞു. എങ്കിൽ കുറച്ച് പടങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഒരു ബംഗാളി കുടുംബമാണ് ഇവിടെ ഇഷ്ടിക, കേരളത്തിലെന്ന പോലെ തന്നെ ഇവിടെയും ജോലി ചെയ്യുന്നത്. ഇതിൻ്റെ ഉടമസ്ഥനും ഒരു മലയാളി തന്നെയാണ്. ഈ വഴിയിൽ മുന്നോട്ട് നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകളിൽ പ്രധാനപ്പെട്ടത് കൃഷി തന്നെയാണ്. ആദ്യം അല്പസ്വല്പം തെങ്ങുകളും വാഴക്കൃഷിയുമാണ് കണ്ണിൽപ്പെടുന്നതെങ്കിൽ പിന്നീട് റബ്ബറും കൊക്കോയുമെല്ലാം കാണാനാകുന്നു. ഇക്കാണുന്നത് ഒരു പുഴയാണ്. പലരിയാർ എന്നാണ് പുഴയുടെ പേര്. പെരുംചാണി ഡാമിൽ നിന്നാണ് ഉത്ഭവം. തമിഴ് രീതിയിൽ പറഞ്ഞാൽ പെരുംചാണി ഡാമിൻ്റെ മറുകാലായാണ് പലരിയാർ ഉത്ഭവിച്ചൊഴുകുന്നത്. മിക്കവാറും ബോർഡുകൾ തമിഴിലാണെങ്കിലും കൽക്കുളം എന്ന സ്ഥലത്ത് തിരുപ്പരപ്പ് വാട്ടർഫാൾസ് എന്ന ബോർഡ് ഇംഗ്ലീഷിലായതുകൊണ്ട് ഞങ്ങൾ അവിടെ വാഹനം നിർത്തി. ധാരാളം പേർ വെള്ളച്ചാട്ടം കാണാൻ എത്തിയിട്ടുണ്ട്. ഞങ്ങളും ആ തിരക്കിൻ്റെ ഭാഗമായി. തിരുപ്പരപ്പ് വെള്ളച്ചാട്ടം കാണാൻ ആളൊന്നുക്ക് 5 രൂപയും ക്യാമറയ്ക്ക് 125 രൂപയുമാണ് നിരക്ക്. അവധി ദിവസങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ വന്നാൽ സമയം പാഴാകുമെന്ന് മാത്രമല്ല, എന്തെങ്കിലും പ്രകൃതി ഭംഗി അവശേഷിക്കുന്നുണ്ടെങ്കിൽ തിരക്ക് കാരണം അത് ആസ്വദിക്കാനും പറ്റില്ലെന്ന് ഉറപ്പാണ്.
സൂചികുത്താനിടമില്ലെന്ന പോലെ ജനങ്ങൾ തിങ്ങി നിറഞ്ഞു നീങ്ങുന്ന വഴിക്ക് ഇരുവശവും മാല, വള, സോപ്പ്, ചീപ്പ്, കണ്ണാടി കച്ചവടക്കാരുടെ നിരനിരയായുള്ള കടകളാണ്. മുന്നോട്ടുള്ള യാത്ര ചിറ്റാർ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയെ ചുറ്റിയാണ് കടന്നു പോകുന്നത്. അത് പക്ഷേ നിരോധിത മേഖലയാണ്. എങ്കിലും കാച്ച്മെൻ്റ് ഏരിയയുടെ ഭാഗത്ത് ജനങ്ങൾ ഇറങ്ങി കുളിക്കുകയും പടങ്ങൾ എടുക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രേറ്റ് ഇന്ത്യൻ എക്സ്പെഡീഷൻ്റെ 1-ാം ദിവസ പരീക്ഷണ യാത്ര അവസാനിക്കുകയായി. ഇനി രാത്രി തങ്ങാൻ ഒരിടം കണ്ടെത്തണം. ഞങ്ങൾ അതിനുള്ള തിരച്ചിൽ ആരംഭിക്കുകയായി.